മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2025 ജനുവരി 17 ശനി. വൈജ്ഞാനികമായ സംവാദങ്ങളിൽ ഏതൊരാൾക്കും ഇടപെടാൻ കഴിയുന്ന ജനകീയ സ്വതന്ത്ര വിജ്ഞാനകോശ സംരംഭമായ വിക്കിപീഡിയ 1/4 നൂറ്റാണ്ട് വിജയകരമായി പൂർത്തിയാക്കിയതിനെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വിക്കിപീഡിയ @25. വൈജ്ഞാനിക രാഷ്ട്രീയത്തെക്കുറിച്ച ചർച്ചകളിൽ വിക്കിപീഡിയ എന്ന ഓൺലൈൻ വിജ്ഞാനകോശത്തെ നമുക്ക് മാറ്റി നിർത്താനാവില്ല. വിവരസാങ്കേതിക വിദ്യയുടെ പ്രയോഗങ്ങൾ ഉപകരണങ്ങളായും സേവനങ്ങളായും സാധാരണക്കാരിലേക്ക് എത്തിത്തുടങ്ങിയ കാലം മുതൽ അറിവിൻ്റെ വ്യവഹാരങ്ങളിൽ വിക്കിപീഡിയ ഏറെ സ്വാഭാവികമായി തന്നെ പരാമർശിക്കപ്പെടാറുണ്ട്. അറിവാണ് ഏറ്റവും വലിയ ആയുധമെന്നാണ് വിജ്ഞാനത്തെ സംബന്ധിക്കുന്ന ജനാധിപത്യ സങ്കല്പങ്ങളുടെ അടിസ്ഥാന മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തെ മുതലാളിത്തം വെല്ലുവിളിച്ചത് ഇതേ അറിവിനെ കുത്തകവൽക്കരിച്ചുകൊണ്ടായിരുന്നു. ഈ കുത്തകവൽക്കരണത്തിനെതിരായ ജനകീയ പ്രതിരോധം കൂടിയായിരുന്നു വിക്കിപീഡിയ. ആ നിലയിൽ വിജ്ഞാനത്തെ ജനകീയ സംവാദത്തിന് പാകപ്പെടുത്തിയ വേദി കൂടിയായിരുന്നു വിക്കിപീഡിയയും അതിൻ്റെ മാതൃസ്ഥാപനമായ വിക്കിമീഡിയയും. വൈജ്ഞാനികമായ സംവാദങ്ങളിൽ ഏതൊരാൾക്കും ഇടപെടാൻ കഴിയുന്ന ഈ ജനകീയ സ്വതന്ത്ര വിജ്ഞാനകോശ സംരംഭം 1/4 നൂറ്റാണ്ട് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. 2001 ജനുവരി 15 അമേരിക്കക്കാരായ ജിമ്മി വെയിൽസും ലാറി സാങ്ങറും വിക്കിപീഡിയയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യമായി പറഞ്ഞിരുന്നത് മനുഷ്യകുലം സമ്പാദിച്ച മുഴുവൻ അറിവുകളും ശേഖരിച്ചു വയ്ക്കാനൊരിടം എന്നതായിരുന്നു. ഫിലോസഫർ കൂടിയായിരുന്ന സാങ്ങറുടെ ആശയവും സ്വപ്നവുമായിരുന്നു അത്. അത്രത്തോളം ഒന്നും എത്തിയില്ലെങ്കിലും ലോകത്തെ 300-ലധികം ഭാഷകളിലായി വ്യാപിച്ചു കിടക്കുന്ന അറിവിൻ്റെ മഹത്തായ ഭണ്ഡാരം തന്നെയാണ് വിക്കിപീഡിയ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ആദ്യ 8 വെബ്സൈറ്റുകളിലൊന്നായ വിക്കിയിൽ നിലവിൽ 70 ലക്ഷത്തിൽ പരം ലേഖനങ്ങളുണ്ട് എന്നാണ് കണക്ക്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്ന ലേഖനങ്ങളുടെ സമാഹാരത്തെയാണ് പൊതുവിൽ നാം വിജ്ഞാനകോശം എന്ന് പറയാറ്. ലേഖനങ്ങൾ അക്ഷരങ്ങളുടെ അകാരാതിക്രമത്തിലോ വിഷയാധിഷ്ഠിതമായോ ക്രമീകരിച്ചാണ് വിജ്ഞാനകോശങ്ങൾ തയ്യാറാക്കാറുള്ളത്. ഇതിലെ ലേഖനങ്ങൾ അതത് വിഷയങ്ങളിലെ വിദഗ്ധരോ അല്ലെങ്കിൽ വിദഗ്ധരുടെ സംഘമോ ആയിരിക്കും തയ്യാറാക്കുക. ലോകത്തിലെ ആദ്യ വിജ്ഞാനകോശമായി കരുതപ്പെടുന്ന പ്ലേനിയുടെ നാച്ചുറലിസ്റ്റ് ഹിസ്റ്റോറിയ മുതൽ അടുത്ത കാലം വരെയും ഏറെ ജനകീയമായിരുന്ന ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ വരെയുള്ള ഗ്രന്ഥപരമ്പരകളെല്ലാം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഈ രീതിയിലായിരുന്നു. ഇതിൽ നിന്ന് ഭിന്നമായൊരു ആശയമാണ് വൈൽസും സാങ്ങറും മുന്നോട്ട് വച്ചത്. ആർക്കും ലേഖനമെഴുതി വിക്കിപീഡിയയിൽ അപ്ലോഡ് ചെയ്യാം. പ്രസ്തുത ലേഖനം മറ്റൊരാൾക്ക് ആവശ്യമെങ്കിൽ തിരുത്തുവരുത്തുകയുമാകാം. എഴുത്തിനും തിരുത്തിനും കൃത്യമായ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉണ്ടായിരിക്കുമെന്ന് മാത്രം. ഈ രീതി അവലംബിക്കുമ്പോൾ ഒരാൾ എഴുതിയ ലേഖനം കൂടുതൽ പേരിലൂടെ കാലികമാവുകയും വികസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഏകപക്ഷീയമായി ഒരാളുടെ മാത്രം അറിവുകൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയുമില്ല. അതോടൊപ്പം ഈ വിഷയത്തിൽ ജനകീയമായൊരു സംവാദം തുടരുകയും ചെയ്യും. ലോകം പുതുനൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ തീർത്തും ഉട്ടോപ്യൻ എന്ന് കരുതിയിരുന്ന ഈ ആശയത്തെ വിക്കിപീഡിയ പ്രയോഗവൽക്കരിച്ചതോടെയാണ് അത് ജനകീയമായതും ആളുകളുടെ പ്രാഥമിക റഫറൻസായി മാറിയതും. വിജ്ഞാനീയങ്ങളെ കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുക എന്ന വലിയ ദൗത്യവും ഇതിലൂടെ സാധ്യമായി. ആഗോള ഭാഷയായി കണക്കാക്കപ്പെടുന്ന ഇംഗ്ലീഷിലാണ് ആധുനിക കാലത്ത് വൈജ്ഞാനിക വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിവുകൾ ശേഖരിക്കപ്പെടുന്നതും ഈ ഭാഷയിൽ മാത്രമായി പോകുന്നു. ഭാഷയുടെ ഈ കുത്തകവൽക്കരണത്തെ ലേഖനങ്ങൾ തർജ്ജമ ചെയ്യാനുള്ള സൗകര്യമൊരുക്കി വിക്കി തകർത്ത് കളഞ്ഞു. വിക്കിയിലെ 70 ലക്ഷം ലേഖനങ്ങളിൽ 60 ലക്ഷവും ഇംഗ്ലീഷ് ഇതര ഭാഷകളിലാണ് എന്നതോർക്കണം. വിക്കി മലയാളം ഈ ഘട്ടത്തിൽ എടുത്തു പറയാവുന്നതാണ്. 2002 ഡിസംബറിലാണ് വിക്കിപീഡിയയിൽ ആദ്യമായി ഒരു മലയാളം ലേഖനം വരുന്നത്. ആദ്യ 5 വർഷം കൊണ്ട് മലയാളത്തിൽ 5000 ലേഖനങ്ങളായി. കമ്പ്യൂട്ടർ ലിപികളുമായി ബന്ധപ്പെട്ട സാങ്കേതിക സങ്കീർണതകളായിരുന്നു തുടക്കത്തിൽ മലയാളം ലേഖനങ്ങൾ കുറഞ്ഞ അളവിൽ അപ്ലോഡ് ചെയ്യപ്പെടാനുണ്ടായ കാരണം. പിന്നീട് യൂണിക്കോഡ് ഫോണ്ടുകൾ ജനകീയമായതോടെ ലേഖനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. 2013 30,000 ലേഖനങ്ങൾ പിന്നിട്ടു. ഇന്നിപ്പോൾ 87,567 മലയാളം ലേഖനങ്ങൾ വിക്കിപീഡിയയിൽ വായിക്കാം. വിക്കിപീഡിയയിൽ നിർബന്ധം ഉൾപ്പെടുത്തേണ്ട 1000 ലേഖനങ്ങൾ വിക്കിമീഡിയ ഫൗണ്ടേഷൻ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ലേഖനങ്ങളെല്ലാം 10 വർഷം മുന്നേ മലയാളത്തിൽ വന്നിട്ടുണ്ട്. വിജ്ഞാനത്തിൻ്റെ ജനകീയവൽക്കരണത്തിന് നിമിത്തമായെങ്കിലും പലതരത്തിലുള്ള വെല്ലുവിളികളും ഈ സംരംഭത്തിനുണ്ട് എന്ന് കാണാതിരിക്കാനാവില്ല. ലേഖനങ്ങളുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അതിൽ ഒന്നാമത്തേത്. ജനകീയ സംവാദത്തിൻ്റെ വേദി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാറുണ്ടെങ്കിലും ആ വേദി ചില സന്ദർഭങ്ങളിലെങ്കിലും ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യാജങ്ങളും വസ്തുതാവിരുദ്ധവുമായ കാര്യങ്ങളും ലേഖനങ്ങളിൽ കുത്തിക്കയറ്റാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ വിക്കിപീഡിയയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇതിനായി വോളണ്ടിയർമാരെ പ്രത്യേകം നിയമിച്ചത് വലിയ വാർത്തയായിരുന്നു. സംഘപരിവാറിൻ്റെ വിദ്വേഷങ്ങൾ വിക്കി ലേഖനങ്ങളിൽ കലർത്താനുള്ള നീക്കം പിടികൂട്ടപ്പെട്ടുവെങ്കിലും പല ലേഖനങ്ങളും സൂക്ഷ്മമായി വായിക്കുമ്പോൾ ഭീഷണി സമ്പൂർണ്ണമായി ഒഴിവായി എന്ന് പറയാനാവില്ല. അതോടൊപ്പം നിർമ്മിത ബുദ്ധിയുടെ പുതിയ കാലത്ത് വിക്കിപീഡിയ പോലുള്ള ഓൺലൈൻ വിജ്ഞാനകോശങ്ങൾ പഴയ പോലെ വായിക്കപ്പെടുന്നില്ല എന്നതും വസ്തുതയാണ്.
10 വർഷം മുമ്പ് ജനകീയ വെബ്സൈറ്റുകളിൽ 6ാമതായിരുന്ന വിക്കിപീഡിയ ഇപ്പോൾ 2 സ്ഥാനം പിറകിലാണ്. ആളുകളുടെ പ്രാഥമിക റഫറൻസ് എന്ന് തീർത്തു പറയാൻ കഴിയുന്ന സാഹചര്യമില്ല എന്ന് ചുരുക്കം. മാത്രമല്ല, നിർമ്മിത ബുദ്ധിയുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വിക്കി പ്ലാറ്റ്ഫോമിന് സമാനമായ സംരംഭങ്ങളും വന്നു തുടങ്ങിയിരിക്കുന്നു. ഇലോൺ മസ്കിന്റെ സ്ഥാപനമായ XAIയുടെ ഗ്രോക്കിപീഡിയ ഉദാഹരണം. ആ നിലയിൽ വിക്കിപീഡിയയുടെ പ്രസക്തി ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട്. എങ്കിലും വിജ്ഞാനകോശ നിർമ്മിതിയിൽ പുതുമാതൃക സൃഷ്ടിച്ച സംരംഭം എന്ന നിലയിൽ വിക്കിപീഡിയ സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും. മാധ്യമം പോഡ്കാസ്റ്റ്.